സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്റെ പുതിയ പുസ്തകം നിന്നെക്കുറിച്ചുള്ള കവിതകളുടെ പ്രകാശനം അടിമാലിയിൽ നടന്നു. പച്ച ആഴ്ചപ്പതിപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രണയ കവിതകളുടെ സമാഹാരമായി പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. അക്ബറിന്റെ 5ാമത്തെ പുസ്തകമാണിത്. ജീവിത വഴിയിലെ ചുറ്റുപാടുകളെ എഴുത്തിനോട് ചേർത്തുള്ള രചനാ ശൈലിയാണ് സാഹിത്യകാരനായ അക്ബർ നേര്യമംഗലത്തിൻ്റെത്. പട്ടാമ്പി ലോഗോസ് ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള പുസ്തകത്തിന്റെ പ്രകാശനം അടിമാലി ലൈബ്രറി ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അക്ബറിനെ കുറിച്ച് പറയുമ്പോൾ അക്ബറിന്റെ പ്രണയ കവിത അക്ബറിനെ ചിലപ്പോ നബീസയെ കുറിച്ച് തന്നെയായിരിക്കും അല്ലേ, സാധ്യതയുണ്ട്. അക്ബർക്ക നമ്മളോടൊക്കെ പറയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാൻ കുറിച്ചു വെച്ചത്. എന്റെ പ്രണയം ആരോടുമാവാം എന്തിനോടുമാവാം എന്നാണ് അക്ബർക്ക കുറിച്ചത്. അപ്പൊ ആ കവിതകൾ 5ാമത്തെ പുസ്തകമാണ് അക്ബർക്കയുടെ ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. നല്ല ഒരു സദസ്സിൽ തന്നെ അത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അക്ബർക്ക കൂടുതൽ സമയം ചെലവഴിക്കുന്ന അടിമാലിയെ തന്നെ തെരഞ്ഞെടുക്കണം. ഇടുക്കിയെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇടുക്കി വലിയ കലാകാരന്മാരുടെ തന്നെ ഒരു നാടാണ്. പക്ഷെ ആ കലാകാരന്മാരെ കൂടെ എല്ലാവരെയും കൂടെ ഒന്നിപ്പിച്ച് കൂട്ടി കൊണ്ടുപോകാൻ ഇത്തരമൊരു വേദിയിൽ കൂടുന്ന എല്ലാവരും കൂടെ ഒന്ന് ശ്രമിച്ചാൽ കുറെ കൂടി നല്ല നിലയിലേക്ക് കിട്ടുന്ന കലാകാരന്മാരെ വളർത്തിയെടുക്കാൻ കഴിയും. അറിയപ്പെടാത്ത ഒട്ടനവധി കലാകാരന്മാർ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നുണ്ട്. ആ കലാകാരന്മാരെ കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യകത നടന്നു. നോവലിസ്റ്റ് പുഷ്പമ്മ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അക്ബറിന്റെ ഭാര്യ നബീസ അക്ബർ പുസ്തകം സ്വീകരിച്ചു. കവി ശ്രീകുമാർ കരിയാട് മുഖ്യാതിഥിയായിരുന്നു. സാഹിത്യകാരൻ ആന്റണി മുനിയറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോസ് കോനാട്ട് പുസ്തക ആസ്വാദന പ്രഭാഷണം നടത്തി. പച്ച ആഴ്ചപത്രം പത്രാധിപർ സത്യൻ കോനാട്ട്, എഴുത്തുകാരൻ CS റജികുമാർ, ഷീല ലാൽ, സന്തോഷ് കുമാർ MM തുടങ്ങി സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ വിവിധ ആളുകൾ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. അക്ബറിൻ്റെതായി പുറത്തിറക്കിയിട്ടുള്ള സാഹിത്യ സൃഷ്ടികളിൽ 4 കവിതാ സമാഹാരങ്ങളും 1 കാടനുഭവങ്ങളുമാണ്. എഴുത്തിനൊപ്പം മാധ്യമപ്രവർത്തനം കൂടി ഒപ്പം കൊണ്ടുപോകുന്ന അക്ബർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ കേബിൾ TV ചാനലിൽ വാർത്താ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. നാഷണൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റിന്റെ സാഹിത്യ പുരസ്കാരം, സംസ്കാര സാഹിതി അവാർഡ്, പുരോഗമന കലാ സാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. നേര്യമംഗലം സ്വദേശിയായ അക്ബറിന്റെ ഭാര്യ നബീസയാണ്. അഹാന, സുനേന എന്നിവർ മക്കളാണ്.